പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് 6 കളർ പ്രിന്ററായ എപ്സൺ L8180 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നുള്ള കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സ്കാനിങ്ങിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ് നമ്മൾ സ്കാനർ ഗ്ലാസ്സിലേക്ക് വെക്കണം. ഡോർ ഓപ്പൺ ചെയ്യുന്നു. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് വെക്കേണ്ടത്. കറക്റ്റായിട്ട് ആ കോർണറിൽ വെക്കുക. കണ്ടില്ലേ, അതേപോലെ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഡോർ ക്ലോസ് ചെയ്യുക. സ്കാൻ ചെയ്യാനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ജസ്റ്റ് വിൻഡോസ് കീ പ്രസ് ചെയ്താൽ ഇവിടെ എപ്സൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാവും. അതല്ലേ, ഇതിൽ എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കുന്നത്. ഞാൻ ജസ്റ്റ് അത് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. യെസ്, ആപ്ലിക്കേഷൻ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുന്നതാണ്. ഇവിടെ നമുക്ക് കുറേ സെറ്റിങ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് നടന്നാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് ആവുന്നതാണ്. കാര്യമായ സെറ്റിങ്സ് ഒന്നും മാറ്റം വരുത്താനില്ല. നമുക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. മറിച്ച് നിങ്ങൾക്ക് റെസൊല്യൂഷൻ കുറക്കണം, കൂട്ടണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡീപ്പായിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഈ സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ചെയ്ത അതേ ഡോക്യുമെൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മുടെ ടെസ്റ്റ് പേജ് എന്നുള്ളൊരു ഡോക്യുമെൻ്റാണ് കൊടുത്തിരുന്നത്. അതിവിടെ കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ ഉള്ളത് ഏത് സൈസിലാണ് ഡോക്യുമെൻറ്റ് സൈസ്, ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. ഇമേജ് ടൈപ്പ്, ഓട്ടോ, കളർ, ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. നോർമൽ എല്ലാവരും ഓട്ടോയിലോ അല്ലെങ്കിൽ കളറിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ റെസൊല്യൂഷൻ, ഇവിടെ റെസൊല്യൂഷനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇതിൽ റെസൊല്യൂഷൻ കൂടുന്തോറും നമ്മുടെ സ്കാനിങ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കൂടും. റെസൊല്യൂഷൻ കുറയുന്തോറും ക്ലാരിറ്റി കുറയുന്നതാണ്, സൈസും കുറയുന്നതാണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മൾട്ടി പേജ് സ്കാൻ ചെയ്യാനുള്ളതാണത്. അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ താഴെ വരുമ്പോൾ ഇമേജ് ഫോർമാറ്റ്, ഏത് ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. PDF ഉണ്ട്, JPEG ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെ എന്ത് പേര് കൊടുക്കണം എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അവിടെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഫോൾഡർ, ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടത്, നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് ഫോൾഡറിലാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ പ്രീവ്യൂ സ്കാൻ 2 ഓപ്ഷനാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ സേവ് ആവുകയുള്ളൂ. ഈ പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ലാതെ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിവ്യൂ ആയിട്ട് കാണിച്ച് തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പ്രിവ്യൂവിൽ ഒരു ചെറിയൊരു ഫീച്ചേഴ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഡോക്യുമെൻ്റ്, അതിവിടെ നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണുന്നു. മൗസിൻ്റെ കൈസർ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്താണ് നിങ്ങൾ താഴെ കാണുന്ന സ്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ സെലക്ഷൻ പോകാൻ വേണ്ടി ആ ഇറസ്റ്റുകൾ ഉപയോഗിക്കണം. മാത്രമല്ല പ്രിവ്യൂ ക്ലോസ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി നിങ്ങൾ മൾട്ടി പേജസ് സേവ് ചെയ്യണം, അതായത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 4-5 പേജസ് ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് സ്കാനിങ് നടക്കും. ആ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ആഡ് സേവ് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീണ്ടും അവിടെ ഡോക്യുമെൻറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇത് സ്കാൻ ചെയ്യുന്നതാണ്. അങ്ങനെ പിന്നെ ഈ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും ഇതേപോലെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ അവസാനം വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സേവ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫയൽ സേവ് ആവുന്നതാണ് കമ്പ്യൂട്ടറിലേക്ക്. കാണിച്ചു തരാം. ഞാൻ ഇവിടെ ജസ്റ്റ് സേവ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ആ ഫയൽ സേവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് സൈസ് കൂടുതലുള്ള ഫയലാണ്. പഴയ ഫയൽ അതിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല, 1 of 2 എന്ന് പറഞ്ഞാൽ 2 പേജസ് ആയിട്ട് ഇവിടെ ഈ ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 2 പേജായിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് ആ മൾട്ടി പേജ് ആയിട്ടുള്ള ആ ടിക്ക് ചെയ്താലുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ ടിക്ക് ഓഫ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.